നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th CBSE മാത്സിലെ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു നമ്പർ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്പർ സിസ്റ്റം പഠിക്കുന്നുണ്ടല്ലേ. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച നമ്പേഴ്സാണ് ഓൾ നമ്പേഴ്സ്. 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഉണ്ട്. ഓൾ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഇല്ല, ഓൾ നമ്പർ വരുമ്പോൾ 0യും കൂടെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. മറ്റേത് കൗണ്ടിങ് നമ്പേഴ്സാണ്, ഇത് ഓൾ നമ്പേഴ്സാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലായപ്പോൾ പഠിച്ചു ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, 0 അല്ലേ. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 നെഗറ്റീവ് നമ്പേഴ്സ്, ഈ 3 നമ്പേഴ്സ് ഉണ്ട്. -3, -2, -1, 0, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ നമ്പർ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇൻറ്റിജേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് 1/2, 3/4, 5/9 ഇങ്ങനെയൊക്കെ പറയുന്ന ഫ്രാക്ഷൻ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്ത് പഠിച്ചു? പിന്നെ നമ്മൾ പഠിച്ചത് ഫ്രാക്ഷൻസ് കഴിഞ്ഞിട്ട് ഡെസിമൽസ് പഠിച്ചിട്ടുണ്ട്. ഡെസിമൽസിൽ 10.5 എന്നും 0.5 എന്നും 0.2, 1.8 ഇങ്ങനെയൊക്കെയുള്ള ഡെസിമൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ കുറേ നമ്പർ സിസ്റ്റം നമ്മൾ കുറേ ക്ലാസ്സുകൾ കൊണ്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. കൗണ്ടിങ് നമ്പേഴ്സിൽ തുടങ്ങി, നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങി, ഓൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, അതുപോലെ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. അങ്ങനെ 8th വന്നപ്പോഴേക്കും നമ്മൾ ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത്, നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും കൂടെ ചേർത്തിട്ട് റാഷണൽ നമ്പേഴ്സ് എന്നൊരു പേര് പഠിച്ചു. റാഷണൽ നമ്പേഴ്സ് അല്ലേ. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ എന്താ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും, ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0 അല്ലേ. Q ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ബാക്കി P/Q ഫോമിൽ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും, അതിപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം, 3യെ 3/1 എന്ന് എഴുതാം, 0യെ 0/1 എന്ന് എഴുതാം, 10.5നെ 105 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സ് നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്തിലെഴുതാം? ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള ബേസിൽ എഴുതാം, P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് 9th വന്നപ്പോൾ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നൊരു ടേം പഠിച്ചു. ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ. ഇപ്പോൾ റാഷണൽ നമ്പർ അല്ലാതെ ഇറാഷണൽ നമ്പേഴ്സ് എന്നൊരു ടേം നമ്മൾ പഠിച്ചു. ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ √2, ഈ സ്ക്വയർ റൂട്ടിനകത്ത് പ്രൈം നമ്പേഴ്സ് വരുന്നത് നമുക്ക് ഇറാഷണൽ. പ്രൈം നമ്പർ എന്താണെന്ന് പറയാം. അപ്പോൾ 2, 3, 5 പറയാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 2, 3, 5, 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം നമുക്കല്ലേ. അപ്പോൾ √2, √7, √23 ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. ഈ സ്ക്വയർ റൂട്ടിനകത്ത് പ്രൈം നമ്പേഴ്സ് വരികയാണെങ്കിൽ അത് ഇറാഷണൽ നമ്പേഴ്സാണ് നമ്മൾ പഠിച്ചു. പിന്നെ അതല്ലാതെ നമ്മൾ പൈ പഠിച്ചിട്ടുണ്ട്. പൈ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ് അല്ലേ. നമ്മൾ സർക്കിൾസിലൊക്കെ പഠിച്ചപ്പോൾ പൈ എന്നൊരു ടേം പഠിച്ചില്ലേ. അപ്പോൾ പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഒരു സംശയം വരാം, പൈ എന്തുകൊണ്ടാണ് ഇറാഷണൽ നമ്പർ വരുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ പൈ ഈക്വൽ ടു 22/7 എന്നും 3.14 എന്നൊക്കെ എടുക്കുന്നില്ലേ അല്ലേ. അപ്പോൾ 22/7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം അല്ലേ. പിന്നെ എങ്ങനെയാണ് പൈ ഇറാഷണൽ നമ്പർ ആവുന്നത്? നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാത്തിനെയും നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് പൈയെ ഇറാഷണൽ ആയിട്ട് എടുത്തിട്ടുള്ളത്? പൈ 22/7 P/Q ഫോം ആണല്ലോ. പിന്നെന്ത് പറ്റിയ പ്രശ്നം? എന്താണ് പ്രശ്നം? അതിനൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 22/7 അല്ലെങ്കിൽ 3.14 എന്ന് പറഞ്ഞാൽ പൈയുടെ ആക്യുറേറ്റ് വാല്യൂ അല്ല. പൈയുടെ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. നമ്മളതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി റൗണ്ട് ചെയ്തിട്ടാണ് ഈ 3.14 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പൈയുടെ ആക്ച്വൽ വാല്യൂ ഇതല്ല. ഇത് ഒരു റൗണ്ടഡ് വാല്യൂ ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പ വഴി അതിന് വേണ്ടിയിട്ടാണ് 22/7 എടുത്തിട്ടുള്ളത്. അല്ലാതെ പൈയുടെ വാല്യൂ എക്സാക്റ്റ് വാല്യൂ 22/7 അല്ല. ഓക്കെ, അതുകൊണ്ട് പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. പൈ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. ഇതൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി 10th സ്റ്റാൻഡേർഡിൽ എന്താണ് പുതുതായിട്ട് പഠിക്കുന്നത്? 10th സ്റ്റാൻഡേർഡിൽ ഒന്നും പുതുതായിട്ട് പഠിക്കുന്നില്ല. നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. അതായത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പർ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള നമ്പേഴ്സിനെ കംപ്ലീറ്റ് മൊത്തം, വെദർ ഇറ്റ് ഈസ് റാഷണൽ നമ്പർ ഓർ ഇറാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ ആണെങ്കിലും റാഷണൽ നമ്പർ ആണെങ്കിലും അതിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് പേര് പറയാം? റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്, റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതായത് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും മൊത്തം എല്ലാത്തിനും കൂടെ ചേർന്ന് നമുക്ക് എന്ത് പറയാം?
റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. റിയൽ നമ്പേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വെറും 2 എക്സസൈസ് മാത്രമേ ഉള്ളൂ. ആ എക്സസൈസ് തന്നെ നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ്. HCF LCM കണ്ടുപിടിക്കാനുള്ളത് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. പിന്നെ കുറച്ച് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ വീഡിയോസിൽ അത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം ഇതിപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ എക്സസൈസിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യാം. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് ആവശ്യക്കാരൊന്നുമില്ല, പിന്നെ ഞാൻ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എക്സ്പ്ലനേഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. നമുക്കിത് എല്ലാ ക്വസ്റ്റിനും ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഓരോ മോഡൽ ക്വസ്റ്റിനും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമ്മുടെ നമ്പേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? 1ാം സ്റ്റാൻഡേർഡിൽ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് ആയപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിൽ എത്തി നിൽക്കുകയാണ് ആണല്ലോ. ഇനി നമുക്ക് 2 ടേംസ് പഠിക്കണം. 1-2 ടേംസ് പഠിക്കാനുണ്ട്. ആ 2 ടേംസാണ്, ഒന്ന് പ്രൈം നമ്പേഴ്സും രണ്ടാമത്തെ കോമ്പോസിറ്റ് നമ്പേഴ്സും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പ്രൈം നമ്പേഴ്സ് എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് 1, രണ്ടാമത്തെ ആ നമ്പർ മാത്രം. എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. ഈ 2വിന് മൊത്തം 2 ഫാക്ടറുള്ളൂ. 2വിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ. 1 കൊണ്ട് 2വിനെ ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ടും 2വിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1ഉം 2ഉം 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രൈം നമ്പേഴ്സിനെ നമുക്ക് 2 നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഒന്ന് 1 ആണ്, രണ്ടാമത്തത് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്, ആ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? 2 ഫാക്ടേഴ്സ് മാത്രമേ കാണൂ. അത് വേറെ ഒന്നിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരില്ല. അതാണ് പ്രൈം നമ്പർ. 2 എന്ന് പറയുന്ന നമ്പർ വേറെ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുമോ? ഇല്ല. 3 എന്ന് പറയുന്ന നമ്പറോ? 3യും വേറെ ഒന്നിൻ്റെയും 3യുടെ ടേബിളിൽ മാത്രമേ വരത്തുള്ളൂ. 5ൻ്റെയോ 10ൻ്റെയോ അങ്ങോട്ട് മേളിലോട്ട് പോകുന്ന ഒരു നമ്പറിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ 3 വരില്ല, 7 വരില്ല. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, 5 വരില്ല, 7 വരില്ല, 11 വരില്ല, 13 വരില്ല, 17 വരില്ല, 19 വരില്ല, 23 വരില്ല. ഇങ്ങനെ പോകുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ 23 നോക്കുകയാണെങ്കിൽ 23 ഒന്നിൻ്റെയും ടേബിളിൽ വരുന്നതല്ല. 23യെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ. ഒന്ന് 1 ആണ്, 2 23 തന്നെ. അപ്പോൾ 23 നമുക്ക് 2 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേ 23ക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് 1ഉം ആൻഡ് 23 ആ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി രണ്ടാമത്തേത് കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈം നമ്പർ അല്ലാത്തതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരും. 4 എന്ന് പറയുന്നു, 6 എന്ന് പറയുന്നു, 8 എന്ന് പറയുന്നു, അല്ലെങ്കിൽ 10 എന്ന് പറയുന്നു, 9 എന്ന് പറയുന്നു, 12 എന്ന് പറയുന്നു. ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. കാരണം 4 അതിൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെ വരും. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഈ 4 നമ്പർ കൊണ്ട് 6നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പ്രൈം നമ്പേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. 1 എന്ന് പറയുന്നത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, രണ്ടും അല്ല. ഓക്കെ, 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. അത് നമുക്ക് ഓർത്തിരിക്കുക. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല. കാരണം 1ൻ്റെ ഒറ്റ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളത്, 1 തന്നെയാണ്. വേറെ ഒന്നുകൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ ഓർമ്മയുണ്ടോ? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈം നമ്പർ, നമ്മൾ കോമ്പോസിറ്റ് നമ്പർ നോക്കുന്നില്ല, പ്രൈം നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുക. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഈ പ്രൈം ഫാക്ടറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ചിരിക്കുക, ഓർത്തിരിക്കുക. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് 64നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് കേട്ടോളുക. 64നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രൈം നമ്പർ നോക്കുക. 64 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യമുണ്ട്, ഈ പ്രൈം ഫാക്ടറൈസേഷൻ്റെ മാത്രമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബേസിക് മാത്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഇടുന്നുണ്ട്. ബേസിക് മാത്സ് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാനിതിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബേസിക് മാത്സ് അതിൽ നോക്കുകയാണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ്റെ വളരെ സിമ്പിളായിട്ട്
കുറേ എക്സാമ്പിളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട്, LCM ചെയ്തിട്ടുണ്ട്, HCF ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിച്ചതാണ്, പക്ഷേ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 1 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടെസ്റ്റ് അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിനൊരു മെത്തേഡുണ്ട്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വരെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 64നെ നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം? 64 ഇസ് ആൻ ഈവൻ നമ്പർ. 64 ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 64 നമുക്ക് ഈവൻ നമ്പറാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും അല്ലേ. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 32 കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് 1 12 6 എന്ന് കിട്ടും, 16 എന്ന് കിട്ടും അല്ലേ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. വീണ്ടും 2 ആകുമ്പോഴത്തേക്ക് 4 എന്ന് കിട്ടും. വീണ്ടും 2 വീണ്ടും 2 1. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ വരും? 2 × 2 × 2 × 2 × 2 × 2 2 റൈസ് ടു 1 2 3 4 5 6 2 റൈസ് ടു 6 എന്ന് എഴുതാം. 2 റൈസ് ടു 6 ആണ് 64. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അറിയാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിലായിട്ട് വേണമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോയതാണ്. ഡീറ്റെയിലായിട്ട് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ അവിടെ കിടപ്പുണ്ട്. എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ബേസിക് മാത്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് ഇരുന്ന് നോക്കാം. ഒരുപാട് ക്ലാസ്സൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ ടൈം കിട്ടും. ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് LCM HCF കൂടെ പഠിക്കാനുണ്ട്. LCM HCF ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ പഠിക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ HCF LCM കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നമ്പർ സിസ്റ്റത്തിനെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, അതിൽ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രൈം നമ്പേഴ്സ് കമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. നാലാമത്തെ കാര്യം, പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അഞ്ചാമത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് HCF, എന്താണ് LCM എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. LCM ആൻഡ് HCF അണ്ടർ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള എല്ലാം നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിലൂടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ 6ഉം 20ഉം രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. 6ഉം 20. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. 6നെയും 20യും ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കോമൺ നമ്പേഴ്സ് എടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. പറഞ്ഞു തരുമ്പോൾ അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പഠിക്കുന്നതിൽ. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു ഇത് ഈ മെത്തേഡിൽ. ഫോർ എക്സാമ്പിൾ 6നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 6നെ 3 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 എന്ന് കിട്ടും. അപ്പോൾ 6നെ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 എന്ന് കിട്ടും. അതായത് 2 × 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 6നെ 2 × 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി 20യെ നമുക്ക് 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 എന്ന് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 എന്ന് കിട്ടും. അപ്പോൾ 2 × 2 × 5 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 2² × 5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 2 × 2 × 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കുട്ടികളല്ലേ, നിങ്ങൾക്ക് 2² × 5 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. 2² × 5 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് LCM HCF. ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 × 2 × 5 ഒക്കെ പോട്ടെ. 2² × 5 എന്ന് എഴുതാം. 20 അല്ലേ? ഇനി നമുക്ക് 6ൻ്റെയും 20യുടെയും HCF എങ്ങനെ കണ്ടുപിടിക്കാം? HCF കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാം വളരെ സിമ്പിളാണല്ലേ. നോക്കിയേ, ഇതിൽ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. പക്ഷേ ഇവിടെ 2² ആണ് അല്ലേ. ഏറ്റവും ചെറിയ പവർ എടുക്കുക. ഇവിടെ 2⁻1ഉം ഇവിടെ 2⁻2 ആണ്. ചെറിയ പവർ എടുക്കുക. HCF ആണെങ്കിൽ ചെറിയ പവറും LCM ആണെങ്കിൽ വലിയ പവറും എടുക്കുക. അത്രയേ ഉള്ളൂ. HCFന് ചെറിയ പവർ എടുക്കുക. 2⁻1 അതായത് 2 എടുത്തു. ഇനി 3 ഉണ്ട്. 3 ഇവിടെ ഇല്ല. 5 ഉണ്ട്. 5 അവിടെ ഇല്ല. അതുകൊണ്ട് HCF = 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് HCF എടുക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? പോട്ടെ, LCM കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവേ. അപ്പോൾ LCM നോക്കുന്നു. LCM നോക്കുമ്പോഴേക്കും ഇതിൽ 2 ഉണ്ട്, ഇവിടെ 2² ഉണ്ട്. അതിൽ വലിയ പവർ എടുക്കുക. HCFന് ചെറിയ പവറും LCMന് വലിയ പവറും. HCF കോമൺ ഉണ്ടെങ്കിലേ എടുക്കൂ.
എൽ സി എം എന്ന് പറഞ്ഞാൽ കോമൺ ഇല്ലെങ്കിലും എടുക്കും. ഇവിടെ ഒരു 3 ഉണ്ട്, അതുപോലെ എഴുതാം. ഇവിടെ ഒരു 5 ഉണ്ട്, അതുപോലെ എഴുതാം. മനസ്സിലായി? അത്രയുള്ള വ്യത്യാസം. എച്ച് സി എഫ് കോമൺ ആയിട്ടുള്ളത് മാത്രം പേരിൽ തന്നെ ഉണ്ട്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ അല്ലേ, കോമൺ, അതായത് കോമൺ ഉള്ളത് മാത്രമേ എടുക്കാൻ പറ്റൂ. പക്ഷേ എൽ സി എമ്മിലാവുമ്പോഴോ നമുക്ക് എല്ലാം എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 3 × 5, 4 × 3 × 5 എന്ന് പറഞ്ഞാൽ 4 × 15 60 കിട്ടും അല്ലേ? ശരിയല്ലേ? 60. അപ്പോൾ ഇതാണ് എന്ത് എൽ സി എം. അപ്പോൾ എച്ച് സി എഫും എൽ സി എമ്മും ക്ലിയർ ആയോ? ഓക്കെ, എച്ച് സി എഫ് എൽ സി എം. വേറൊരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 6 ഉം 20 വെച്ചുള്ളത് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തു. 6ൻ്റെയും 20യുടെയും എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിച്ചു. മറ്റൊരു ക്വസ്റ്റ്യൻ 90 144 നോക്കാം. 90യും 144. ഓക്കെ, 90യും 144 നോക്കാം. 90യെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 90 പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 45 കിട്ടും. ആണല്ലോ? ഓക്കെ, 45 കിട്ടും. 45നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കിട്ടും. ഓക്കെ, വീണ്ടും 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 എന്ന് കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 എന്ന് കിട്ടും. അപ്പോൾ ഈ 90യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3² × 5 എന്ന് എഴുതാം. 2 × 3² × 5 എന്ന് എഴുതാലോ. ഇനി നമുക്ക് 144നെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. 144 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 36 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 118 എന്ന് കിട്ടും അല്ലേ? 18 അല്ലേ? 18 × 2 ആണ് 36. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 എന്ന് കിട്ടും. 3. അപ്പോൾ നമുക്കിതിനെ 2⁴ × 3² എന്ന് എഴുതാം. 2⁴ × 3² എന്ന് എഴുതാം. എഴുതിക്കൂടെ? 2⁴ × 3². ഇനി ഇതിൻ്റെ എച്ച് സി എഫ് എൽ സി എം നോക്കാം. എച്ച് സി എഫ് എൽ സി എം നോക്കുമ്പോൾ നോക്കി, ഇതിൻ്റെ എച്ച് സി എഫ് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ടിലും ഏറ്റവും ചെറുത് 2 ഉണ്ടോ നോക്കുക. 2 ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഏറ്റവും ചെറുത് എത്രയാണ്? 2⁴ അതായത് 2 ആണ്. ഇവിടെ 2⁴ ഇവിടെ 2⁴ അതുകൊണ്ട് ഈ 2⁴ എടുക്കുക, അതായത് 2 എടുക്കുക. 2 നമ്മൾ എഴുതി. ഇനി ഇവിടെ 3² ഇവിടെ 3², അപ്പോൾ അതിന് 3² തന്നെ എടുക്കാം. 5 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇല്ല. കോമൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ എച്ച് സി എഫിൽ. അപ്പോൾ 2 × 3², 9 × 2 18 കിട്ടും. എച്ച് സി എഫ് = എത്രയാണ്? 18 ആണ്. മനസ്സിലായോ? എളുപ്പമല്ലേ? അടുത്തത് എൽ സി എം നോക്കുമ്പോൾ നമുക്ക് ലാർജ് നമ്പർ 2 ആകുമ്പോൾ 2 ഉണ്ട്, 2⁴ ഉണ്ട്, അത് 2⁴ എടുക്കാം. ഓക്കെ, ഇവിടെ 3² ഉണ്ട്, 3² ഉണ്ട്, അത് 3² തന്നെ എടുക്കാം. 5 ഉണ്ട്, അപ്പോൾ 2⁴ × 3² × 5 ചെയ്ത് നോക്കുക, 720 കിട്ടും. ഇതാണ് എൽ സി എം. മനസ്സിലായോ? എച്ച് സി എഫ് എൽ സി എം എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു റിലേഷനൂടെ നമുക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 6 ഉം 20 ആയിരുന്നു അല്ലേ? നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6 ഉം 20 അല്ലായിരുന്നോ? 6 ഉം 20യുമാണ്. 6 ഉം 20യും. ഓക്കെ, 6 ഉം 20യുമാണ്. 6 ഉം 20 എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 60യും എച്ച് സി എഫ് 2ഉമായിരുന്നു. ആണല്ലോ? നമ്മളിതിൻ്റെ എൽ സി എമ്മും ഈ എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിചാരിക്കാം. ഓർത്തിരിക്കുക, നമ്മൾ എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 × 2 120 കിട്ടും. ഓക്കെ, നമ്മൾ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6 × 20 എത്ര കിട്ടി? 120 കിട്ടി. അതായത് എൽ സി എം × എച്ച് സി എഫ് = പ്രൊഡക്റ്റ്. 2 നമ്പേഴ്സ് ആണെങ്കിൽ, 3 നമ്പേഴ്സ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. 2 നമ്പേഴ്സ് ആണെങ്കിൽ എൽ സി എമ്മും എച്ച് സി എമ്മും കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും? സെയിം ആയിരിക്കും. എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എൽ സി എമ്മും എച്ച് സി എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എച്ച് സി എഫ് ആൻഡ് എൽ സി എം, അതിൻ്റെ റിലേഷൻ, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിലേഷൻ. മനസ്സിലായോ? എച്ച് സി എഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്, എൽ സി എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ്? 3 നമ്പേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 3 നമ്പേഴ്സ് വരുന്ന എക്സാമ്പിൾ വേണോ? 6 72 120, അതും കൂടെ ഒന്ന് പറയാം. ഒരു ഒറ്റ ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. 3 നമ്പേഴ്സ് വരുന്നതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് 6 72 120. ഓക്കെ, അപ്പോൾ 6ൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ
6 നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് 2 × 3 കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 72 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2³ × 3² എന്ന് കിട്ടും. 2³ × 3² എന്ന് കിട്ടും. അതുപോലെ 120 നമ്മൾ ചെയ്യുമ്പോൾ 2³ × 3 × 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയാൻ നമുക്ക് ആദ്യം HCF നോക്കാം. HCF എന്ന് പറയാം. HCF നോക്കുമ്പോൾ ഇതിലേറ്റവും ചെറുത് 2-ൽ ഏറ്റവും ചെറുത് 2 തന്നെയാണ്. 3-ൽ ഏറ്റവും ചെറുത് 3 തന്നെയാണ്. 5 ഇല്ല. അപ്പോൾ 2 × 3 6 ആയിരിക്കും HCF. ഓക്കെ, ഇതിൻ്റെ LCM നമ്മൾ നോക്കുമ്പോൾ 2-ൽ ഏറ്റവും വലുത് 2³ 3-ൽ ഏറ്റവും വലുത് 3², 5ഉം കൂടെ ഉണ്ട്. ഓക്കെ, കോമൺ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമുക്ക് എടുക്കാം. 2³ × 3² × 5. ഓക്കെ, 2³ × 3² × 5, അതായത് 360 എന്ന് കിട്ടും. 360 ഇതാണ് LCM. 3 നമ്പേഴ്സ് വരുമ്പോൾ നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ പറ്റില്ല കേട്ടോ. ആ റൂൾ നമുക്ക് വരില്ല. ബാക്കിയുള്ളത് ഓക്കെ. ഇങ്ങനെയാണ് HCF LCM എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ ഓക്കെ അത് കഴിഞ്ഞു. LCM HCF ആയിരുന്നു. പ്രൈം ഫാക്ടർ സെക്ഷൻ പറഞ്ഞു. LCF ആൻഡ് HCF പറഞ്ഞു. LCM ആൻഡ് HCF പറഞ്ഞു. ഇത് തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. പ്രോഡക്റ്റാണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒന്നാമത്തെ എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ പോയിൻറ്സും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനുള്ള പോയിൻറ്സ് പറയാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.